വിഷ്ണുപ്രിയ ആൻഡ് ഷെജിറിക, വെൽക്കം ടു ഇൻഫ്രൈൻ മീഡിയ. താങ്ക് യു. നിങ്ങൾ ആരൊക്കെയാണ്? നീ പറഞ്ഞല്ലോ ഷെജീർ വിഷ്ണുപ്രിയ. ഞാൻ ഷെജീർ വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ ഒരു ഡാൻസർ ആണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. ഷെജിറിക വർഷങ്ങളായിട്ട് കേരളക്കരയെ കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ എന്ന് പറയണ്ട, ഇച്ചിരി വർഷം. വർഷം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രായം തോന്നിക്കും. ഇച്ചിരി വർഷം, 12 വർഷം. തുടങ്ങുമ്പോൾ മുടിയുണ്ടായിരുന്നു നല്ല രീതിയിൽ, നല്ല വട്ടമുടിയായിരുന്നു. ഞാൻ ഭയങ്കര ചുള്ളനായിരുന്നു അന്നൊക്കെ. ഞങ്ങള് സത്യത്തില് അന്ന് മുതലേ പേരായിരുന്നല്ലോ നമ്മള്. ഒളിച്ചോട്ടം അങ്ങനെ ആർക്കും അറിയാൻ പറ്റൂല. അന്ന് എന്നെ മനസ്സിലാവൂല, ഷെജിറിനെ മനസ്സിലാവും. ഇവള് ഇങ്ങനെ ഇരുന്നത്, ഞാൻ ഇങ്ങനെ ഇരുന്നത്. ഒളിച്ചോട്ടം, ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് വർത്താനം പറയുന്ന 2 കപ്പിൾസ്, ഇതൊക്കെ ഞങ്ങളായിരുന്നു. നമ്മള് ഷെജിറിക്കാണ് സുമി ഷെജിർ മെയിൻ പേരെന്ന്. പക്ഷെ ഇപ്പൊ മാറി. മെയിൻ ആയിട്ട് വന്നത് ഞങ്ങള് പറഞ്ഞ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്തുള്ള പറഞ്ഞത്. സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കണം. മഴവിൽ മനോരമയില് കോമഡി ഫെസ്റ്റിവല് 2011 ഒക്കെ ആയി. ഇവളും വർഷങ്ങളായിട്ടില്ലേ? അല്ല, അന്ന് ഞാൻ പഠിക്കുവായിരുന്നല്ലോ ഷെജിർ. ഞാനും ഞാൻ 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത്. SLC ബുക്ക് കാണിക്കേണ്ടി വരുമോ? അതില്ല. ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ പുതിയ വിശേഷം. എങ്ങനെ പോകുന്നത്? അടിപൊളി. എങ്ങനെ നിങ്ങളുടെ ഇപ്പം ഈ കോമഡി മാസ്റ്റേഴ്സിൽ ശരിക്കും നിങ്ങള് വൈറലായത് ആ പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ടാണ് അല്ലെ? അതിനകത്ത് ഫസ്റ്റ് വൈറലായ സ്കിറ്റ്, ഈ പുതിയ പാറ്റേൺ വന്നിട്ട് ഫസ്റ്റ് വൈറലാവുന്നത് ഞങ്ങളുടെ ആ സ്കിറ്റാ. റീൽസ് ചെയ്തു. പിന്നെ കൊടുങ്ങല്ലൂർന്ന് വിളിച്ച ആൾക്കാർ തെറി ഭീഷണിയൊക്കെ പെടുത്തിയ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതൊരു വേടനെ കളിയാക്കിയതല്ല, ഒരു സ്കിറ്റ് പാരഡി പാട്ടും കുറെ പരിപാടിയൊക്കെ ആയിട്ട് ചെയ്തായിരുന്നു. കൊടുങ്ങല്ലൂർന്ന് ഫോണില്, യൂട്യൂബില്, ഫേസ്ബുക്കിലൊക്കെ ഭീഷണിപ്പെടുത്തി. വേടന്റെ ഒരു സംഭവമല്ല. അപ്പൊ ആ ഒരു സമയത്ത് പുള്ളിനെ കളിയാക്കിയെന്നും പറഞ്ഞ് ഭയങ്കര നമ്മുടെ നാടാണ്. നാട്ടിലും ഉണ്ടല്ലോ കുറെ ആൾക്കാര്. ഞാൻ പിന്നെ ഒരാൾക്കും അറിയില്ലായിരുന്നു. ഈ അടുത്താണ് എല്ലാവർക്കും അറിയാം. ഞാൻ എറണാകുളംകാരാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്നെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എന്താ ഇവിടെ, ഞാൻ എന്റെ വീട് അല്ലേ കൊടുങ്ങല്ലൂർക്കാരനാ. അയ്യോ എനിക്കറിയാൻ പാടില്ല, ഞങ്ങൾ എറണാകുളം എന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ. ഇപ്പോഴാണ് കൊടുങ്ങല്ലൂരായിട്ട്. പിന്നെ എന്റെ വാലിന്റെ നോക്കത്ത് കൊല്ലിയിൽ നിന്നാ, കൊടുങ്ങല്ലൂർ എന്നല്ല. എന്റെ വീട്ടുപേരാ. സ്ഥലപ്പേരാന്ന് വിചാരിച്ച പല ആൾക്കാരും ഈ കൊല്ലിയിൽ എവിടെയാണ് സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൊല്ലിയിൽ എന്ന് പറഞ്ഞ എന്റെ വീട്ടുപേരാണ്, ഷെജീർ കൊല്ലിയിൽ. ഷെജീർ കൊടുങ്ങല്ലൂർക്കാരനാണ്. ഞാനും പകുതി കൊടുങ്ങല്ലൂർക്കാരിയാണ്. പകുതി കൊച്ചിക്കാരിയാണ്. സ്കിറ്റിലായാലും നിങ്ങളുടെ സ്ലാങ്, നമ്മളിപ്പം സ്കിറ്റ് ചെയ്യുമ്പോ സ്ലാങ് ആണല്ലോ മെയിൻ എന്ന് പറയുന്നത്. വിഷ്ണുപ്രിയയുടെ ചില സാധനങ്ങളുണ്ട്. അതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജഡ്ജസ് മെയിൻ ആയിട്ട് പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? തുണ്ട് വെക്കരുത്. തുണ്ടാണ് ഇവളുടെ മെയിൻ. ഞാൻ അങ്ങനെ ആക്കണ്ട. ഇപ്പൊ വിഷ്ണുപ്രിയ ചേച്ചിക്ക് വിഷ്ണുപ്രിയയുടെ തുണ്ടില്ലാത്ത സ്കിറ്റ് കാണണ്ടെന്നാ പറഞ്ഞേക്കണം. അതല്ല, ഇത് മറ്റേ പേപ്പറിൽ എഴുതിയേക്കണതാണ്. അതാ നീ എന്താ കരുതിയത്? അതല്ല, ഇത് മറ്റേ പേപ്പറിലും കയ്യിലൊക്കെ എഴുതൂലേ? ഇപ്പൊ ഇല്ല. ഇപ്പൊ പിന്നെ ഫ്ലോറില് ഇപ്പൊ നമ്മള് ഇപ്പൊ താന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ഓരോരോ സാധനം. തുണ്ട് വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സിൽ എല്ലാവർക്കും അവള് തന്നെ തെറ്റിദ്ധരിച്ചു. ഇപ്പഴേ സെർച്ച് ചെയ്യും ആൾക്കാര്. ഞാൻ തമ്മിലും അങ്ങനെ കൊള്ളാട്ടോ. അത് കാലം. വിഷ്ണുപ്രിയയുടെ തുണ്ട് ഞങ്ങളുടെ ചാനലിൽ. അവൻ കിടന്ന് പല്ലിറുമുണ്ട്. അവളുടെ ഭർത്താവ് അവിടെ ഇരുന്ന് പല്ലിറും. ഹസ്ബൻഡിന്റെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഭയങ്കര വലുതായിരിക്കും. അതെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ കഥയിൽ പോവും. കഥ പറഞ്ഞു വർഷങ്ങളായിട്ട് എനിക്കൊന്ന് ഞാനൊരു 9th പഠിക്കുമ്പോ തുടങ്ങിയ റിലേഷനാണ്. അപ്പൊ അത് പിന്നെ ഒരു 9 വർഷം ഞങ്ങൾ പ്രേമിച്ചതിന് ശേഷം കല്യാണം കഴിച്ചു. 8 വർഷമായി. അപ്പൊ അന്ന് മുതലേ എന്നെ ഫുൾ സപ്പോർട്ട്. നീ ചെയ്യ്, നിന്നെ കൊണ്ട് പറ്റുന്നു, നീ സപ്പോർട്ട് ചെയ്യണ പുള്ളിയാണ്. ഇല്ല, ഡാൻസ് ആണെങ്കിലും പാട്ട് പാടാറില്ലല്ലോ, സ്കിറ്റ് ആണെങ്കിലും എല്ലാത്തിനും പുള്ളിയാണ് സപ്പോർട്ട് ചെയ്യണത്. സ്കിറ്റിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കൂടെ കൂടിയിട്ട് വിഷ്ണുപ്രിയ പാട്ടോ ഞങ്ങളുടെ കൂടെ സ്കിറ്റിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. പാട്ടല്ല, കഥ പറഞ്ഞിട്ടുണ്ട്. പാട്ടാ കൊടുത്തത്, കഥ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്കിറ്റുകളില് മ്യൂസിക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല.
അത് ഇവളുടെ ഭർത്താവ് പ്ലേ ചെയ്തോളും. ഫുൾ ക്യൂവും കാര്യങ്ങളും കൊടുത്ത് അവൻ അങ്ങ് പ്ലേ ചെയ്യും. നമ്മൾ അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. അവനാ ടെൻഷൻ ഞങ്ങൾ തെറ്റിക്കും എന്നുള്ള. അത് അവൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് തെറ്റിക്കും ഞങ്ങൾ. അല്ല ഇപ്പൊ അടുത്ത ഞാൻ പറഞ്ഞേക്കാണ് ഞാൻ തെറ്റിക്കാണ്ട് സ്കിറ്റ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിയാണ്. പുള്ളിനോടൊന്ന് ചോദിച്ചു ഒരു പേരില്ലാണ്ട് വന്നപ്പോ ഒന്ന് കളിക്കാവുന്നു. എനിക്ക് പറ്റുള്ളൂ. അവന്റെ ജോലി അതല്ല, അവന് മ്യൂസിക് ഇടണ്ടേ. ബാക്കി കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യമാണ്. ഷെജിറിക്കയുടെ ഫാമിലി വേറൊന്നും ചോദിക്കല്ലേ. എന്താ പറ എന്റെ ഫാമിലി അടിപൊളി. ഞങ്ങള് മറ്റേ ഐറ്റം വേറെ കൊണ്ടുവന്നായിരുന്നു. ആ ഫാമിലി ആയിട്ട് വന്നു. എന്റെ കൊച്ചിന് മിമിക്രി ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പോണു. സൂപ്പർ. ഇങ്ങനെ വിളിച്ചില്ലല്ലോ എന്നെ വിളിക്കും. അതെനിക്ക് ഉറപ്പാ. ഇങ്ങനെ വിളിച്ചാൽ കിട്ടിയില്ല അപ്പൊ വിളിക്കും ഷെജുണ്ടാ. ആന്നേ ഒരു കാര്യമില്ല. പിന്നെ അതുകൊണ്ട് നീ ഷെജറിനെ ഭീഷണിപ്പെടുത്താൻ സുഖം എന്തുണ്ടെങ്കിലും അപ്പൊ ഞാൻ സിക്കുനെ വിളിച്ചു പറയാം. എനിക്ക് അങ്കുവിനെ വിളിക്കാൻ പറ്റൂല. ഫുൾ ടൈം വാലയുടെ കൂടെ ഉണ്ട്. അപ്പൊ അവനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതെനിക്ക് പേടിയാ. പാവൻകുട്ടി നിന്നെ കുറിച്ചാ പറയണത്. വൈഫിനെ കുറിച്ച് അവള് കാണൂലത്. ഇരുന്നോട്ടെ വീട്ടിൽ ചെല്ലുമ്പോ എന്താ വിഷ്ണുപ്രിയയുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞ് എന്നെ പറ്റി പറയാത്തെന്ന് ചോദിക്കൂല. പിന്നെ തീർച്ചയായിട്ടും ചോദിക്കും. അത് ചോദിച്ചു കണ്ടാ ഞാൻ പറയാം എന്തിനാ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു ചോദിക്കുള്ളൂ. ഞാൻ പറയും വിഷ്ണുപ്രിയ ഇട്ടെന്നു ഞാൻ പറഞ്ഞു പറയും. മറ്റേ പിക്കപ്പ് ലൈൻ ഒന്ന് കഴിഞ്ഞ സ്കിറ്റിലെ ഡയലോഗ് ചോദിക്കും. അത് പറഞ്ഞിരിക്കുക. പൂവിലുണ്ട് വിത്ത് മൂക്കിലുണ്ട് കുത്ത് നീയാണ് എന്റെ മുത്ത്. പിന്നെ ഷെജീർക്ക് ഞാൻ പറഞ്ഞല്ല. ചേട്ടാ മറ്റേത് അയ്യോ എന്തായിരുന്നു അതൊന്ന് പൂവിലുണ്ട് മുത്ത് അതന്നെയാണ് സാധനം. വൈറലായത് മറ്റേതാ. ഞാൻ നിനക്ക് തരാം ഉമ്മ. മറ്റേതാ അതാണ് മറ്റേ മക്കള് കുട്ടികള്. നിനക്ക് ഞാൻ തരാം നീ എനിക്ക് നിനക്ക് തരാം ഉമ്മ ശേഷം നീ ഒരമ്മ. അതാ നീ ഇത് പിടിക്ക് ചുമ്മ ഞാൻ നിനക്ക് തരാം ഒരു ഉമ്മ ശേഷം നീ ഒരമ്മ. പിന്നെ മറ്റേതല്ലേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ബാക്കിങ്ങനെ എന്താണ് ബാക്കിങ്ങനെ പൊങ്ങി ബൈക്കിൽ പോണം. അവിടെ നോക്ക്. നീയാണ് എന്റെ കുരുപ്പ്. അപ്പൊ ഫസ്റ്റ് നീ ഏതാ പറഞ്ഞെന്ന് അറിയാമോ? കാലിടാൻ ചെരുപ്പ് ചോറിലൊഴിക്കാൻ പരിപ്പ് നീയാണ് എന്റെ കുരുപ്പ്. മൂക്കിലുണ്ട് കുത്ത് നീയാണ് പൂവിലുണ്ട് വിത്ത് മൂക്കിലുണ്ട് കുത്ത് നീയാണ് എന്റെ മുത്ത്. അത് കഴിഞ്ഞ് നീ പറയും മുറ്റത്തുണ്ട് പൂക്കൾ നിന്നെ കാണുമ്പോ വിക്കൽ നമുക്കും വേണ്ട മക്കൾ. നീ ഇത് വെക്ക് ചുമ്മാ ഞാൻ നിനക്ക് തരാൻ ഒരു ഉമ്മ ശേഷം നീ ഒരമ്മ. അപ്പൊ ആദ്യം എന്തായിരുന്നു? കാലിടാൻ ചെരുപ്പ് ചോറിലൊഴിക്കാൻ പരിപ്പ് നീയാണ് എന്റെ കുരുപ്പ്. പൂവിലുണ്ട് വിത്ത് മൂക്കിലുണ്ട് കുത്ത് നീയാണ് എന്റെ മുത്ത്. പിന്നെന്തായിരുന്നു? മുറ്റത്തുണ്ട് പൂക്കൾ അല്ല അന്ന് തന്നെ തുണ്ട് വെച്ചിട്ടാ എഴുതി പോകുന്നത്. ദൈവമേ ഇനിയിപ്പോ എന്ത് വേണം? ഇവിടെ സ്കിറ്റും പഠിച്ചപ്പോ അത് എഴുതി വെക്കാനൊന്നും നിർത്തിയില്ലല്ലോ. ആ പറയണത് ഇനി വേണ്ട കിട്ടിയാലും ഇനിയിപ്പോ എന്തിനാ പറയണ? എല്ലാം കിട്ടി. എല്ലാം ഇങ്ങനൊന്നല്ല ഇതിനപ്പുറം. അയ്യോ 200 പേജിന്റെ ബുക്ക് ഒരു ദിവസം മേടിച്ചാൽ അന്ന് തീർക്കും ഞങ്ങൾ. ഞങ്ങൾ തന്നെ സ്കിറ്റൊക്കെ നമ്മളുണ്ട്. ഗ്രൂമറുണ്ട്. പിന്നെ ഡയറക്ടർ സാറിന്റെ വക കുറെ കറക്ഷൻസും കുറെ പരിപാടികളും ഉണ്ടാവും. ചെറുതായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങള് മെഗാ ഇവന്റ് കളിച്ചതിനകത്ത് ഭയങ്കരമായിട്ടുണ്ടായി. പ്രാധാന്യമൊന്നുമില്ല. ഇപ്പൊ ഡബിൾ മീനിങ് കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ചെറിയ സാധനം ഇട്ടുള്ളൂ. വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോഴായിരിക്കും അയ്യോ വീട്ടുകാർ നമ്മളെ നോക്കുന്നു മക്കളെ നമ്മൾ നോക്കുമ്പോഴായിരിക്കും വേണ്ടായിരുന്നു തോന്നുന്നത്. നമ്മൾ ചെയ്യണത് യൂത്ത് കുറെ പിള്ളേർ എടുക്കും എന്നുള്ള തെറ്റപ്പിൽ ഇടുന്നത്. പക്ഷെ അതിൽ കാര്യമില്ല. അതുകൊണ്ട് കുറച്ചു ഞങ്ങൾ
ഞങ്ങള് വളരെ കുറവാണല്ലേ. ചില സ്കിറ്റുകളിൽ ചിലതിലുണ്ടാവാറുണ്ട്. രസിക്കുകയില്ല, ചില നമുക്ക് തമാശയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഷെജീർക്ക് കുറെ നാളായി പെണ്ണായി കണ്ടിട്ട്. ഞങ്ങൾ ഈ ഷെഡ്യൂൾ പെണ്ണാൻ വേണ്ടി താടി മീശെടുക്കാനുള്ള പ്ലാനായിരുന്നു. സാറിന് അറിയായിരുന്നു അത് വർക്ക് ആ സ്കിറ്റ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്രാവശ്യം പെൺവേഷം കെട്ടേണ്ടതാ. കൊറേ 3 സ്കിറ്റാണ്ട പെൺവേഷം കിട്ടിയിട്ടില്ല. 3, 1, 2, 4 ഇവളുടെ കൂടെ ഒരെണ്ണം പെണ്ണല്ല അമ്മൂമ്മ. അതായിട്ട് ഒരെണ്ണം ചെയ്തായിരുന്നു കോമഡി മാസ്റ്റേഴ്സ് ഫസ്റ്റ്. പിന്നെ 3 ചെയ്തത് നമ്മുടെ ബമ്പർച്ചിരിയില്. അയ്യോ എന്നെ ഇപ്പൊ മറ്റേ എന്തിന് അയ്യോ താടി എടുക്കാൻ പാടിയ താടി എടുത്ത ബംഗാളിയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ശ്വേത ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ടീമിനൊക്കെ, നമ്മുടെ ടീമൊന്നുമല്ല അവിടെയുള്ള എല്ലാ ടീമിനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒരു സാധനം തെറ്റിക്കഴിഞ്ഞാൽ ചേച്ചി പറയും ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്, നമ്മുടെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ ചേച്ചിക്ക് പിന്നെ അതൊരു ചേച്ചിക്കായിരിക്കും ഏറ്റവും വിഷമം. നമ്മുടെ സ്കിറ്റ് താഴെ പോയാ നമുക്ക് മനസ്സിലാവും. നമ്മള് പോകുമ്പോഴും നമ്മളെ മുഖത്തൊക്കെ നോക്കിട്ട് അടുത്തത് 75,000 ഓഫർ ചെയ്തിട്ട് കുറെ നാളായി, അത് കൊടുക്കാത്തതിന്റെ ഒരു സങ്കടമുണ്ട് ഞങ്ങൾക്ക്. പ്രൈസ് മണിയിലേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായി 75,000 50 75 അപ്പൊ പ്രൈസ് മണി 50 കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചോണ്ടിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞു 75 നിങ്ങൾ തരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുക്കും ഞങ്ങൾ ഈ ഷെഡ്യൂൾ അങ്ങനെ ആണ്. ഇപ്പൊ ഒരു സ്കിറ്റ് കഴിഞ്ഞ അപ്പൊ ഞാൻ സാറിന് കൊടുക്കും പ്രതീക്ഷ. ഇത് 50 സാറപ്പോ പ്രതീക്ഷയിലിരിക്കും. 50 ഇല്ല, 15, 12 അങ്ങനെയായി. ഇല്ല കുഴപ്പമില്ല, എല്ലാം നല്ലതാണ് മതിയായി. എപ്പോഴും അങ്ങനെ നമ്മൾ ഹൈപ്പിൽ നിൽക്കുന്ന ശരിയല്ലല്ലോ. അത്രേ ഉള്ളൂ. മാറിക്കൊടുക്കണം നമ്മള്. ആര് മാറി കൊടുക്കും? നമ്മള് ആരും മാറി കൊടുക്കണം. ഓരാരും മാറി കൊടുക്കണം. അപ്പൊ സാറ് നമ്മളോട് പറഞ്ഞു നിങ്ങളൊന്ന് മാറി വേറെ ആൾക്കാര് കയറട്ടെ. അപ്പൊ പുതിയ ആൾക്കാർ ഇഷ്ടം പോലെ ഓഡിഷൻ എന്തോരം പിള്ളേർ വന്നേക്കണേ. പുള്ളി ഇപ്പൊ മാറി. പുള്ളിക്ക് ഓപ്പറേറ്റ് പറയാൻ വേണ്ടിണ്ടാവും ഒന്ന് മാറിത്താ. ഞങ്ങള് മാറൂലല്ലോ അവിടെ മിണ്ടല്ല ഒന്ന് ഇട്ടുകൊടുക്കല്ലേ നീ. ഇപ്പൊ സ്റ്റാൻഡപ്പ് കേറിയിട്ടുണ്ട്. ഞാനെങ്ങനെയും സ്റ്റാൻഡപ്പ് ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. ചെയ്ത സാധനം ഒന്ന് പറഞ്ഞേ. അത് വൈറലായിരുന്നു. സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആളുടെ മുമ്പിൽ നീ ഇത് പറഞ്ഞ വലിയ നാളെന്ന് പറഞ്ഞ പ്രോഗ്രാമില് ആണുങ്ങൾ വായി നോക്കണതിനെ പറ്റി ഒരു സാധനം ചെയ്തിട്ട് അത് അത്യാവശ്യം സാറപ്പ അത് കണ്ട് സാറ് പറയും. സാറപ്പ പറയും ഷജീറ അപ്പൊ ഓക്കെ അല്ലേ? അത് വെച്ചോക്കെ അവളതിന്റെ ആളെ എങ്ങനെ വെക്കണ നമ്മളിങ്ങനെയല്ലേ കൂടുതൽ അതെങ്ങനെ ഓർഡർ കറക്റ്റ് പിടിക്കുന്നത് ഞാൻ ആലോചിക്കണം. ഒരു സാധനം കഴിഞ്ഞ് പിന്നെ നോക്കും പെട്ടെന്ന് ഷാർപ്പാണ്. ഞാൻ കൊണ്ടുവച്ചില്ലെങ്കിൽ എന്നെ ചീത്ത പറയും. എന്താ കാര്യം സ്റ്റേജിൽ കയറി എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ അതെന്താന്നറിയോ? ഒരു സാധനം മറന്നു കഴിഞ്ഞാലേ പിന്നെ ഫ്ലോറിൽ നിന്ന് ആലോചിക്കുന്നത് എന്താ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ നോട്ട് ചെയ്ത സാധനങ്ങൾ അവിടെ കൊടുന്ന് വെച്ചോ, നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത്രയും കൺഫ്യൂഷൻ വരുമ്പോ നോക്കാലോ. അങ്ങനെ നോക്കാലോ. ഫസ്റ്റ് ഒരു തവണ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേയുടെ സ്കിറ്റിലും പോയി. അടുത്തൊരു സ്കിറ്റും കൂടി അങ്ങനെ സ്റ്റക്കായി, ഭയങ്കര സ്റ്റക്കായത്. അന്നാ ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത സാധനങ്ങൾ അവിടെ കൊടുന്ന് വെച്ചോ, നമുക്ക് നോക്കി. സാധനം ഉണ്ടായിരുന്നില്ലേ ഇതുപോലെ തന്നെ വൈറലായ ഒരു സാധനം ഉണ്ടായിരുന്നു തത്തേ. അത് ഇതുപോലെ ഒത്തിരി പേര് റീൽ ചെയ്തായിരുന്നു. ഞങ്ങളുടെ സ്കിറ്റാണോ തത്ത? എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. നിങ്ങളിപ്പോ ഇത്രയും വർഷത്തിനിടയിൽ എന്തോരം സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. കൊറേ സ്കിറ്റ്. അതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പൊ കണ്ടന്റ് കിട്ടണില്ല. എല്ലാ കണ്ടന്റും ചെയ്തു വെച്ചു. അപ്പൊ കണ്ടന്റ് ദാരിദ്ര്യം. അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് അറിയാമോ, ഇപ്പൊ സിനിമ സ്പൂഫ് പിടിക്കും. അതും കഴിഞ്ഞ് കൊറേ സിനിമകള് കാണാത്ത ആൾക്കാരുണ്ട്. നമ്മൾ സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടാ സ്കിറ്റ് സ്പൂഫ് പഠിക്കുമ്പോ 6-ാം നമ്പർ
ആ ഫസ്റ്റ് ഞങ്ങള് ഫസ്റ്റ് സ്പൂപ്പ് പഠിക്കും. കുറെ സിനിമകളുണ്ട് മെയിൻ ആയിട്ടുള്ള മോഹൻലാല് ചെയ്തപ്പോഴേക്കും ഷജീർക്കാനായിട്ട് പൊഴിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കയറിയത് സമ്മറിമ്പത്തിലെ മോഹൻലാൽ ഇതാണ്. സമ്മറിമ്പത്തില് ഞാൻ എടുക്കണൊക്കെ മോഹൻലാല്, മമ്മൂട്ടി, ബിഗ് ബിയിലെ മമ്മൂട്ടി. ഇത് ഞാൻ അല്ല അതില് മെയിൻ ആയിട്ട് പറയണത് നമ്മുടെ കൂടെ ചെയ്ത സുബിൻ ചേട്ടനൊക്കെ അവിടെ ഇരുന്നാലും ഹിറ്റ് ചെയ്താലും ഞങ്ങൾക്ക് താലി നിങ്ങൾ മാറി മാറി കിട്ടാൻ ഞാൻ തൊഴുത്തി നിൽക്കണം. പക്ഷെ അയ്യോ അത് പറഞ്ഞ പോലെ നമ്മൾ ഒട്ട് അല്ലേ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിമ്പത്തിലെ സ്കൂപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ചെയ്ത് സാൾട്ട് ആൻഡ് പെപ്പർ, ലാല്. അത് ശരിക്കും ഞാൻ ലാല്, ഇവള് ശ്വേത ചേച്ചി, മറ്റേത് ഒരു മിമിക്രിക്കാരൻ. അതും നല്ല സ്കിറ്റ് ആയിരുന്നു. ആ സ്കിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് ശ്വേത ചേച്ചി ഹഗ് തന്നു. അത് മാത്രല്ല ഒരു ഡാൻസ് ഒരു ഉമ്മ കൊടുക്കാൻ പോയി. പക്ഷെ ഈ പുള്ളി ഇങ്ങനെ പോണേ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും പെട്ടെന്നേ ഇതിങ്ങനെ വന്നപ്പോ എന്തോ പോലെ പിന്നെ വേണം അത് മുന്നേ ഒരു തവണ എനിക്ക് കടി കിട്ടി. അപ്പോഴേ പറഞ്ഞു എനിക്കൊരു ഹഗ് വേണം. അപ്പൊ ഞാൻ കിട്ടിയപ്പോ ഹഗ് ചെയ്യണേനും പുള്ളി ബാക്കോട്ട് കൂടിയാ നോക്കും. ബോധം കിട്ടുവാൻ പോയി. അയ്യോ ചേച്ചി പറഞ്ഞു. അയ്യോ എത്രയോ പേര് ചേച്ചിയുടെ ഹഗ്ഗും കിസ്സും. അയ്യോ അല്ല ഞാൻ അടുത്ത സ്കിറ്റ് നന്നാകുമ്പോ ചേച്ചി തരും. ഇത് കാണണേ. അയ്യോ ചെയ്തിട്ടുള്ളതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്കിറ്റ് ഏതാ? എനിക്ക് സമ്മറിമ്പത്തിലെ എനിക്ക് എന്റെ ഫേവറേറ്റ് സമ്മറിമ്പത്തിലെ. വീട്ടിലാണെങ്കിലും ഇങ്ങനെ യൂട്യൂബില് ഇങ്ങനെ എപ്പ വീട്ടിൽ വന്നാലും സമ്മറിമ്പത്തിലെ ഇട്ടിട്ടിട്ട് ആ വീട്ടില് ഞാൻ വീട്ടിൽ പോകുമ്പോ സ്ക്രിപ്റ്റ് നമ്മള് പുതിയ ഷെഡ്യൂളിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആദ്യം എന്ന് പറയും നമുക്ക് നമ്മുടെ പഴയ സ്കിറ്റുകൾ 50 അടിച്ച സ്കിറ്റുകളൊന്നും നമുക്ക് കണ്ടാവും. വേറെ പൊളിഞ്ഞല്ല, 50ന്റെ സ്കിറ്റുകൾ മാത്രം നമുക്കൊന്ന് കാണാം. എന്നിട്ട് അത് ഇരുന്ന് തെരഞ്ഞു പിടിച്ചിരുന്ന് കണ്ട് എഴുതാൻ വേണ്ടി വന്നിരിക്കും. അത് കണ്ട് ഉറങ്ങിപ്പോ എഴുതൂല. പിറ്റേ ദിവസം നേരെ സ്റ്റുഡിയോയിൽ അവിടെ നിന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ. അടുത്ത സ്കിറ്റിന് ഇത് കഴിയുന്നു നേരെ പോകുന്നു. അടുത്ത എഴുത്ത് പരിപാടികളാ. നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ ഒരു ടെലിവിഷൻ ഫീൽഡിൽ നിൽക്കുകയല്ലേ, എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ തിരിച്ചറിയുന്നുണ്ടോ? പുറത്തേക്ക് ഒരുപാട് പേര് ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ പുറത്തേക്ക് പോയി വരുമ്പോ ആൾക്കാർ നമ്മളറിയും. പേര് വരെ ചോദിക്കുന്നുണ്ട്. ഷജീർ അല്ലേ? അതെ ഷജീർ. കോമഡിയിലുള്ളതല്ലേ ആ കുട്ടി? കോമഡിയിലുള്ള ഇപ്പൊ പേര് പറയാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ ബസ്സിലാ തൊട്ടിട്ട് പറഞ്ഞു, ഇതെങ്ങോട്ടേ കെട്ടുമ്പോണ്ടൊക്കെ പോണു. ഞങ്ങൾക്ക് ആരത്, എവിടെ പോണു? നമ്മളൊരു പരിപാടി ഉണ്ട് അവിടെ പോണു. ആണോ? എന്നെ പരിചയമുള്ള ആൾക്കാരെ പോലെ എവിടെയൊക്കെ ആയപ്പോ ഞാൻ കുറെ നേരം ഇരുന്ന് ഹെഡ്സെറ്റും വെച്ച് പാട്ടിട്ട് ഇറങ്ങണം. മേതുള്ള പ്രോഗ്രാമൊക്കെ കാണാറുണ്ടാ. ഞാൻ ചേട്ടൻ അല്ലാണ്ട് തന്നെ ഇല്ല, ഞാൻ പ്രോഗ്രാമല്ലോ, ഞാൻ കെട്ടും പാണ്ടൊക്കെ എങ്ങോട്ടാ പോണെന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ ആധികാരികമായിട്ട് പുള്ളി സംസാരം. അപ്പൊ എന്നെ എവിടെ ഞാനും ആന്ന് പറഞ്ഞ് കാണിച്ചു. ഇറങ്ങണം മേത്ത പുള്ളി പറഞ്ഞു പ്രോഗ്രാമൊക്കെ കാണാൻ അടിപൊളിയായിട്ടാ. ഓക്കെ, അപ്പോഴത്തെ പരിചയമുള്ളൂ. പക്ഷെ പുള്ളിക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള സാധനം കിട്ടി. എങ്ങനെയാണ് നാട്ടിലെ പ്രതികരണം? നാട്ടില് കൊള്ളാം, നല്ല നല്ല. ചേട്ടന്റെ വീടിന്റെ അവിടെയുള്ള സ്കൂളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കലോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടില് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയാണല്ലോ. വേറെ എവിടെയൊക്കെ പോയി നമ്മള് പോയിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കിട്ടുന്നതിന്റെ ഇത് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സാധനം. ഞാനൊക്കെ 2014 സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയ ആളാ. സൈഡിൽ 1-2 ഡയലോഗ് ഉണ്ടെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞ് പോയ ആളാ. അവിടുന്ന് 2013 കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി വിളിക്കൂല. കാരണം ടീം ഫസ്റ്റ് പ്രൈസ് അടിച്ച് അവര് മാറി, അവര് പടങ്ങളൊക്കെ ആയി, ഇനി ആരും വിളിക്കൂല എന്ന് പറഞ്ഞ് എന്നോട് തന്നെ സീസൺ 2 എന്നെ വിളിച്ചു. അവിടെ വന്നൊരു ടീമിലായിട്ട് കളിച്ചു. അവിടുന്ന് സിനിമയിൽ പോയി അവിടെയും ടീമായിട്ട് കളിച്ചു. അവിടുന്ന് പിന്നെ നേരെ വരുന്നതാണ് കോമഡി മാസ്റ്റേഴ്സ്. ഫസ്റ്റ് കോമഡി മസാല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോണത് കോമഡി മാസ്റ്റേഴ്സ് ആദ്യം. പിന്നെ വരുന്നത് ബമ്പർച്ചിരി. ബമ്പർച്ചിരി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, സെറ്റായില്ല. അവിടെ വന്ന് വിനോദ് ഐക്കാട്ട് അർത്ഥമുൽസുലായിട്ട് വന്നു, അവിടെയും സെറ്റായില്ല. അങ്ങനെ മാഡം പറഞ്ഞു സുമിനെ വെച്ചിട്ട് ചെയ്യാൻ. അങ്ങനെ വിളിച്ചിട്ടാണ് അവിടെ സെറ്റായത്. ശരിക്കും പറഞ്ഞാൽ ബമ്പർച്ചിരിയാണ്
ഒരു പീക്ക് ലെവലാക്കിയെന്ന്. അതിനുശേഷം ഐഡന്റിറ്റി ഉണ്ടാക്കി ഐറ്റം വേറെ പോയപ്പോ കുറച്ചുകൂടി സെറ്റായി. അവിടുന്ന് വീണ്ടും തിരിച്ച് കോമഡി മാസ്റ്റേഴ്സ് വന്നപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോ കിട്ടൂലെന്ന് പറയും. പക്ഷെ ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സ് ആൾക്കാർ കാണുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. ശരിക്കും ഇപ്പൊ ഇത്രയും ചാനൽസിൽ കോമഡി പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഈ അമൃത ടി വി ഒരു സ്പെഷ്യലാണ് എപ്പോഴും. ഇപ്പം ഞാൻ നോക്കിയത് വെച്ച് നോക്കുകയാണെങ്കിൽ അമൃത ടി വി ആണ് പല റിയാലിറ്റി ഷോസും ആദ്യം കൊണ്ടുവരുന്നത് അവരായിരിക്കും. പക്ഷെ വേറെ ചാനലുകൾ എന്തോ ഒരു ആയിപ്പോകും. പക്ഷെ ഈ കോമഡി മാസ്റ്റേഴ്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് റീച്ച്. ഞാനൊക്കെ വിചാരിച്ചേ ഇപ്പൊ അവിടുന്നൊക്കെ വന്നതല്ലേ കോമഡി മാസ്റ്റേഴ്സ്, ഇനിയിപ്പൊ ആരും അങ്ങനെ അറിയാൻ വഴിയില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാർ കോമഡി മാസ്റ്റേഴ്സ് പറഞ്ഞറിയുന്നുണ്ട്. ഞങ്ങളുടെ ഈ കളിച്ച സ്കിറ്റുകൾ മറ്റേ ഒരു ഷട്ടിൽ ബാറ്റിൽ സ്കിറ്റ് ഒരു ചെറിയ ഇടയ്ക്ക് ആ സ്കിറ്റ് നന്നായിട്ടുണ്ട്. പല ആൾക്കാരും വീട്ടമ്മമാരൊക്കെ ഒന്ന് പറയും ആ സ്കിറ്റ് കൊള്ളാണ്ട്. ഞാൻ ഈ കൊടുങ്ങല്ലൂർ ഇപ്പൊ ഭയങ്കരമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്, ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് ഉണ്ട് ഇപ്പൊ. കാണിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ കാണുന്നുണ്ട്, എല്ലാ പരിപാടികളും കാണുന്നുണ്ട്. അതെ, ബമ്പർശ്ശേരിയും ഇതായിട്ടും വേറെ പോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടുണ്ട്. ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട്. റേറ്റിംഗിലൊക്കെ വന്നു തുടങ്ങി കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു എപ്പിസോഡ്. ഞങ്ങളുടെ ഒരു സ്കിറ്റ് ഒക്കെ ഭയങ്കര റേറ്റിംഗിലൊക്കെ വന്നു. സാറ് പറഞ്ഞു നമ്മുടെ ഒരു ട്രെൻഡിങ്ങിലായിട്ട് അങ്ങനെ വന്നിട്ടില്ല, ഇവിടുന്ന് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ട്രെൻഡിങ്ങിൽ വരേണ്ട സ്കിറ്റ് ആയിരുന്നു അതൊക്കെ. പിക്കപ്പ് ലൈനും സോൾട്ട് പേപ്പറൊക്കെ അതുപോലെ വരേണ്ടതായിരുന്നു. പക്ഷെ ഷോർട്ട് വീഡിയോയില് ഒറ്റ ദിവസം കൊണ്ട് 3-4 മില്യണൊക്കെ കയറിയിട്ടുണ്ട്. സ്കിറ്റുകൾ കയറുന്നുണ്ട്. സിനിമ 2 സിനിമ ഞാൻ അഭിനയിച്ചു. 3 സിനിമ അഭിനയിച്ചു. അതിനകത്ത് 2 റിലീസായി, 1 റിലീസായിട്ടില്ല. ഒരു സൈബീരിയൻ കോളിനൊരു പടം പാനിശരത്തിന്റെ, പിന്നെ അടുത്ത് ഇറങ്ങിയ അടിനാശം വെള്ളപ്പൊക്കം ഷൈൻ ടോം ചാക്കോന്റെ പടം. അതിനകത്ത് നല്ല വേഷമായിരുന്നു പവിജി ചേട്ടന്റെ കൂടെ. പിന്നെ നാദർഷിക്കയുടെ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു ബംഗാളിയായിട്ട് കറക്റ്റ് ബംഗാളി. ഞാൻ പറഞ്ഞു മീശൻ താടി മടിക്കുന്നു പറഞ്ഞ കാര്യമാണ്. ആ മീശൻ താടി മടിച്ചിട്ട് ഞാൻ ബസ്സിൽ പോയിട്ടുള്ള സംഭവം ഉണ്ട്. ഞാൻ ഇതേപോലെ മീശൻ താടിയൊക്കെ മടിച്ചിട്ട് ബസ്സിൽ പോണ സമയത്ത് മറ്റേ പണിക്ക് പോണ ബംഗാളികളില്ലേ, അവരുടെ അടുത്ത് ഹിന്ദി പറഞ്ഞിട്ട് ബായ് ഞാൻ മിണ്ടല്ല മലയാളിയാടാ. മീശൻ താടി അതേ മടിക്കാത്ത മീശൻ താടി മടിച്ച് ഈ മുടി വെച്ച് ഇങ്ങനെ കറക്റ്റ് ഇരുന്ന ഒരു മീടയും കൂടി തിന്നണം. ഞാൻ പറഞ്ഞു മറ്റേ ഒരു കിളവിയുടെ സ്കിറ്റ്, ഒരു പ്രായമുള്ള ആളെ സ്കിറ്റ്, ബ്യൂട്ടി പാർലറാ. ഞാൻ ഇവള് ബ്യൂട്ടീഷ്യൻ, ഞാൻ ബ്യൂട്ടി പാർലറിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടേ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ബസ്സിനോടും പോകാനായിട്ട്. അപ്പൊ ആ സ്കിറ്റ് പ്രതീക്ഷ പോലൊന്നും ആയില്ല കേട്ടാ. കണ്ണ് എഴുതിയിട്ട് ഇവിടെ അങ്ങനെയൊക്കെ ഇരിക്കുക. ഞാനിവിടെ അടുത്ത് പറഞ്ഞേ ബസ് നോക്കണ്ട, നീ പോയിക്കോ, ഞാനേതെങ്കിലും മെട്രോ ഫിലിം കണ്ണൊക്കെ ഇങ്ങനെ എന്നാ ആൾക്കാർ നോക്കിട്ട് വഴി കൂടെ പോണ ആൾക്കാർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. ഇവള് അപ്പുറത്ത് നിൽക്കണ്ട. അപ്പൊ അപ്പൊ ഇവളെന്റെ അടുത്ത് പറയാം മറ്റാ എന്നാ പിന്നെ ഞാൻ ഒന്നുകൂടി എന്നാ അങ്ങനല്ല. അയ്യോ ശരി, കൊച്ചിയിൽ ആലുവയിലൊക്കെ വന്നിരുന്ന എന്താ പൊന്നോ എന്നെ വിടോ. വേണ്ട മുന്നേ എമ്മണ്ട പ്രേമത ചെയ്തു, കെട്ടില്ലാമ്പട്ടറയിൽ ചെറിയൊരു വേഷം ചെയ്തു, പിന്നെ പാതിരാക്കാറ്റം തന്നെ ഒരു മൂവി ചെയ്തായിരുന്നു. ഇപ്പൊ നിലവില് ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞിങ്ങനെ സെലക്ഷൻ ആയിട്ട് മറ്റേ ഇതിനകത്ത് സെലക്ഷൻ ആയിട്ടിരിക്കും. ആക്ഷൻ ബി ഹീറോ ബിജുവിന്റെ സെക്കൻഡ് പാർട്ടിൽ സെലക്ഷൻ ആയിട്ടുണ്ട്. അതിന്റെ ഓഡീഷൻ ചെന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു കൊച്ചി ബേസ് ഉള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും. പോലീസ് ക്യാരക്ടർ അത് കൺഫേം പറഞ്ഞില്ല. ചിലപ്പോ വീട്ടമ്മ വേഷം, ചിലപ്പോ പോലീസ് വേഷം, അങ്ങനെയാണ് നിനക്ക് പടങ്ങളല്ല. എനിക്ക് ശരിക്കും പറഞ്ഞ കാവ്യയുടെ പെർഫോമൻസും കുറെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്താ കഴിഞ്ഞ ഇന്റർവ്യൂലും ആ പെണ്ണിനോട് പറഞ്ഞു. ഞാൻ ഇവളുടെ കാര്യമല്ല പറഞ്ഞു, കാവ്യമാധവന്റെ കാര്യം പറഞ്ഞു. ഇവള് കിടന്നിട്ട് നീ എന്തിനൊക്കെ കാണിക്കണ? കാവ്യമാധവന്റെ കാര്യമാണ്. സിനിമയിൽ ഇപ്പൊ സിനിമ ഇല്ലെന്ന് വെച്ചാൽ എന്താ കാര്യം? അല്ല നിന്റെ അടിപൊളി. ഇവള് ഉഗ്ര സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യും. പിന്നെ ഇവള് ആദ്യം തന്നെ വിളിച്ച് സ്റ്റാൻഡപ്പിൽ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാൻഡപ്പിനെ കുറിച്ച് അറിയാവോ. എന്നിട്ട് ഇവള് സ്വന്തമായിട്ട് എഴുതി സെറ്റായി. 50 അടിച്ച് എത്ര പഠിച്ചു നീ പറ. തള്ളിനെങ്കിലും ചുമ്മാ പറഞ്ഞു. ചുമ്മാ പറ.
പിന്നെ കോമഡി മാസ്റ്റേഴ്സിൽ വരുന്നുണ്ട്. വായോ അടിപൊളി സൂപ്പറാവും. പക്ഷെ അവിടെ പേയ്മെന്റ് അല്ലേ ഇപ്പൊ അതിനിപ്പോ എന്താ വന്ന് ചെയ്യേ പോപ്പർ പൊട്ടിക്കാൻ പറയണ എനിക്ക്. പൊട്ടിക്കും. അപ്പൊ അതൊക്കെ പൊട്ടിക്കും ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞിട്ടാണ് കയറുന്ന, ഉറപ്പായിട്ട് പൊട്ടി. ഞങ്ങൾക്ക് പൊട്ടൂല, എന്നെ കൂട്ടിച്ചു.